ഹലോ അസ്സലാമു അലൈക്കും. സനാ സാലിഹ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആഗസ്റ്റ് 15-ൻ്റെ ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഹെയർ ബണ്ണുണ്ട്, ഹെയർ ബാൻഡും ഉണ്ട് കേട്ടോ. രണ്ട് മെറ്റീരിയൽസും വന്നിട്ടുണ്ട്. നമുക്ക് കുഞ്ഞ് ബണ്ണിനെ നമുക്ക് ബാൻഡായിട്ടും ഉപയോഗിക്കാം, ഹെയർ ബണ്ണായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ വലിയ ഹാൻഡ് ബാൻഡ് ആൺകുട്ടികൾക്കും ഉപയോഗിക്കാം, ചെറിയ മക്കൾക്കും ഉപയോഗിക്കാം. ആൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹാൻഡ് ബാൻഡാണ് കേട്ടോ. അതുപോലെ ഈ ചെറിയ ബണ്ണും നമുക്ക് ചെറിയ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സെയിം കളറുകൾ തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നുണ്ടാവും വീഡിയോയിൽ കാണുമ്പോൾ. ഒന്ന് ലൈറ്റ് കളറും ഒന്ന് ഡാർക്ക് കളറും തോന്നുന്നുണ്ട്. പക്ഷേ നമുക്കത് കട്ട് ചെയ്ത് മറിച്ചിട്ട് കഴിഞ്ഞാൽ സെയിം കളർ തന്നെയാണ് കേട്ടോ. ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ തന്നെയാണ്. പക്ഷേ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഡാർക്ക് കളറായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് തോന്നുന്നതാണ് കേട്ടോ. മെറ്റീരിയൽസിന് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്, പക്ഷേ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം കളർ തന്നെയാണ്, മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഞാനത് കാണിച്ചു തരാം, കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കത് കട്ട് ചെയ്യാനുള്ള ഒരു അളവൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അളവ് പറഞ്ഞാൽ ഓറഞ്ച്, വൈറ്റ്, ഗ്രീന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അളവ് ഉണ്ട് അവിടെ. ആ അളവിൽ നോക്കി ശരിക്ക് അതിൽ നോക്കിയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാ ബൺ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ബണ്ണായി. അതിൽ ചെറിയൊരു നൂലുണ്ടായിരിക്കും. നൂല് പറഞ്ഞാൽ ഈ 2, 3 കളറ് വരുന്ന ഈ ബണ്ണുകളിൽ വരുന്നതാണ് ഈ ഒരു നൂല്. നമ്മളുടെ ഡബിൾ ഷെയ്ഡ് ബണ്ണിലും നമ്മുടെ ബട്ടർഫ്ലൈ ബണ്ണിലൊക്കെ ഈ ഒരു നൂല് വരുന്നുണ്ട്. ആ നൂലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് നമ്മളെ സ്റ്റിച്ചിങ് മെഷീനിൽ വരുന്ന ഒരു ഇതാണത്. ഓക്കെ, അപ്പോൾ ഇത്രേ പണിയേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഒരുപാട് വീട്ടമ്മമാർ നമ്മളോട് ചോദിക്കുന്നതാണ് ഇതൊക്കെ സെയിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സെയിലാക്കാൻ പറ്റും എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയണം. കാരണം ആഗസ്റ്റ് 15-ൻ്റെ മെറ്റീരിയൽസാണ്. നമുക്കിത് നമ്മുടെ തൊട്ടയൽവക്കത്ത് ഇഷ്ടം പോലെ കുട്ടികൾ പഠിക്കണം. ഒരു 10 കുട്ടികളെങ്കിലും ഇല്ലാത്തൊരു വീട് നമ്മുടെ തൊട്ടയൽവക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ പോയി മേടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിത് കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചെറിയ ബണ്ണും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ചെറിയ ബണ്ണാണ് കേട്ടോ. ചെറിയ ബണ്ണ് നല്ല ഒന്നും കൂടി കുഞ്ഞി ബണ്ണാണ് കേട്ടോ. അത് നമ്മുടെ ഒരു ലേഡീസ് ഫിംഗറിനെക്കാട്ടും കുറച്ച് വലിപ്പമുള്ള ബണ്ണാണ്. അത് കട്ട് ചെയ്യുന്ന ഒരളവ് ഇതേപോലെ തന്നെ മറ്റേ മെറ്റീരിയലിലുണ്ട്. ഇതേപോലെ സെയിം ഉണ്ട്, ഒരു നെറ്റ് വല പോലെയാണ് കേട്ടോ. അത് അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ മെറ്റീരിയലിൻ്റെ പോലെ തന്നെ ഒരു നൂലുണ്ടായിരിക്കും. ആ നൂലൊന്ന് കട്ട് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ചെറിയ ബണ്ണ് കേട്ടോ. ഈ ബണ്ണ് കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെറിയ ബൺ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ഉരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബണ്ണായി. ഇത് നമുക്ക് ചെറിയ ആൺകുട്ടികൾക്ക് കയ്യിലിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കയ്യിലിട്ട് കൊടുക്കാം, മക്കൾക്ക് തലമുടി കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ബണ്ണാണ്. ഇപ്പോൾ നമുക്കിതൊരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആഗസ്റ്റ് 15 വരുമ്പോൾ എന്തായാലും ഒരു വീട്ടിൽ എന്തായാലും ഇത് പോയി മേടിക്കാതിരിക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മേടിക്കും. അപ്പോൾ അത് മേടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അയൽവക്കത്ത് കൊണ്ടുപോയിട്ട് നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 2 വലിയ ബാൻഡും ഒരു 4 ചെറിയ ബണ്ണും ഇട്ടിട്ട് കൊണ്ടുപോയി കൊടുത്തൊരു 30 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അടുത്തുള്ളവർ ആരായാലും ഇത് മേടിക്കും. പിന്നെ നമുക്ക് ഷോപ്പിൽ കൊടുത്താലേ ഇത് വില കിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഷോപ്പിൽ പോയി മേടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് സന്തോഷമായിരിക്കില്ലേ. നമുക്കിതൊന്നൊന്ന് വെയിറ്റ് നോക്കാം കേട്ടോ. 250 ഗ്രാമിൽ എത്ര മെറ്റീരിയൽസ് ഉണ്ട് നോക്കി വെക്കാം. ഞാൻ ആദ്യം ബാൻഡാണ് വെക്കുന്നത്. കയ്യിലിടുന്ന ബാൻഡ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടും ഞാൻ വെക്കുമ്പോൾ 2 മെറ്റീരിയൽസ് കൂടി നോക്കിയിട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സംശയം തീർത്ത് കളയാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതൊരു 115 ഗ്രാമോളം നമ്മളതിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെറിയ ബണ്ണാണ് വെക്കുന്നത് കേട്ടോ. ചെറിയ ബണ്ണ് നമ്മൾ കൂടുതലല്ല, അതധികം വെക്കുന്നുണ്ട്. അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ ചെറിയ ബണ്ണ് രണ്ടും 125 ഗ്രാമാണ് ഞാൻ കണക്കാക്കുന്നത്. ഒന്ന് 125 ഗ്രാം, ഒന്ന് 125 ഗ്രാം, അങ്ങനെ 250 ഗ്രാമിന് ഇത്രയും മെറ്റീരിയൽസ് വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പീസും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു 250 ഗ്രാം ആവും. അപ്പോൾ അതൊരു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇത്രയും മെറ്റീരിയൽസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ബണ്ണുകൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഇതൊന്ന് ഏകദേശം ഒരു 85-90 പീസിൻ്റെ അടുത്ത് ബണ്ണ് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ട് ഒരു 85-90 പീസിൻ്റെ അടുത്ത് ബണ്ണ് കിട്ടുന്നുണ്ട്. നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഒരെണ്ണം 12 രൂപക്കാണ് അവർ ഷോപ്പിലുള്ളവർ കൊടുക്കുന്നത്. നമുക്കത് 10 രൂപയായിട്ടും 8 രൂപയായിട്ടൊക്കെ കൊടുക്കാം. നമ്മുടെ തൊട്ടയൽവക്കത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്താൽ നമുക്കതിൽ ലാഭം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ബണ്ണ് 3 രൂപക്കാണ് ഷോപ്പിൽ കൊടുക്കുന്നത്. അത് നമുക്ക് 3 രൂപക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 വലിയ ബണ്ണും ഒരു 4 ചെറിയ ബണ്ണും ഇട്ടിട്ട് ഒരു പാക്കറ്റിൽ 30 രൂപയായിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അയൽവക്കത്തുള്ളവർ എന്തായാലും മേടിക്കാതിരിക്കില്ല. നമ്മുടെ കുടുംബത്തിലുള്ളവരും നമുക്ക് സപ്പോർട്ടായിരിക്കും കൂടെ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.